രാധാകൃഷ്ണനിലേക്ക് പോവുകയാണ്. രാധാകൃഷ്ണൻ 2/3 ഭൂരിപക്ഷം എന്ന് പറഞ്ഞാൽ, അതും 200 കടന്നൊരു സീറ്റെണ്ണം എന്ന് പറഞ്ഞാൽ, മഹാരാഷ്ട്രയിൽ ഇത്രയും ശക്തമായ പോരാട്ടമെന്ന് മഹാവികാസ് അഘാഡിയും കോൺഗ്രസും ഒക്കെ അവകാശപ്പെടുമ്പോൾ ഇങ്ങനെയൊരു വിജയം എന്നത് മിന്നും ജയം എന്നല്ലാതെ മറ്റൊരു തലക്കെട്ടിടാൻ കഴിയാത്തവണ്ണം നിൽക്കുമ്പോൾ എങ്ങനെയാണ് ഇനിയുള്ള നീക്കങ്ങളെ മഹായുതി നോക്കിക്കാണുന്നത്? മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഷിൻഡെയും ഫട്നാവിസും തമ്മിൽ പുറത്തു കേൾക്കുന്നത് പോലെ ഒരു മത്സരമുണ്ടോ? സുജയ, നിലവിലുള്ള സാഹചര്യവും ഇന്നലെ പുറത്തുവന്ന ജനവിധിയും BJPക്ക് ശക്തമായിട്ടുള്ള മേൽക്കൈ നൽകുന്നതാണ്. 132 സീറ്റുകൾ, അതായത് ആകെ 288 നിയമസഭാ സീറ്റുകളുള്ള മഹാരാഷ്ട്രയിൽ BJPക്ക് കേവല ഭൂരിപക്ഷത്തിലേക്ക് തനിച്ചെത്തണമെങ്കിൽ ഏതാണ്ട് 16 സീറ്റുകൾ മതി എന്നതാണ് അവസ്ഥ. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും വിലപേശലുകൾക്ക് നിന്നുകൊടുക്കേണ്ട ഒരവസ്ഥ മഹാരാഷ്ട്രയിൽ BJPക്ക് ഇല്ല. BJP അവരുടെ രാഷ്ട്രീയ തന്ത്രങ്ങൾ തയ്യാറാക്കുന്നതും ആ വിധത്തിലാണ്. BJP സംബന്ധിച്ച് ഇത്തവണ ഏറ്റവും പ്രധാനപ്പെട്ട ബാധ്യത രാഷ്ട്രീയമായിട്ട് നിലനിൽക്കുന്നത് RSSനോടാണ്. പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് മാസങ്ങൾക്കിപ്പുറത്ത് ഈ വിധത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലുണ്ടായ തിരിച്ചടി, അതിൻ്റെ മുറിവ് ഉണക്കുന്നതിന് വേണ്ടിയിട്ട് വലിയ സഹായം BJPക്ക് ലഭിച്ചത് RSSന്റെ ഭാഗത്ത് നിന്നാണ്. പ്രധാനപ്പെട്ടത് ഈ കീഴ്ഘടകങ്ങളിൽ സജീവമായിട്ട് BJP വോട്ടുകൾ ഉറപ്പിക്കാനും ഒപ്പം എല്ലാ വിധത്തിലുള്ള പ്രചരണങ്ങളും താഴെത്തട്ടുകളിൽ വീടുകൾ കയറിയുള്ള പ്രചരണങ്ങൾ അടക്കം നടത്താനും RSSന് സാധിച്ചു എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകതയായി നമുക്ക് പറയാൻ സാധിക്കുന്നത്. അതിൻ്റെ ഒരു സ്വാധീനമാണ് ഏതാണ്ട് 4%-ലധികം വോട്ടുകൾ മഹാരാഷ്ട്രയിൽ കൂടുന്ന കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പരിഗണിക്കുമ്പോൾ കൂടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതുതന്നെയാണ് പല മണ്ഡലങ്ങളിലും BJPക്ക് വിജയം സമ്മാനിച്ച ഘടകമായി മാറിയതും. സ്ത്രീകളുടെ വോട്ടുകൾ BJPക്ക് ശക്തമായി ലഭിക്കുന്നതിന് RSSന്റെ പ്രചരണം, RSSന്റെ താഴെത്തട്ടിലുള്ള നിലപാടുകൾ ഒക്കെ കാരണമായി എന്ന വിലയിരുത്തൽ BJP നേതൃത്വത്തിനുണ്ട്. അതുകൊണ്ട് തന്നെ നാഗ്പൂരിന്റെ നിർദ്ദേശത്തെ അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ നിലവിൽ BJPക്ക് ആകില്ല. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി പദം ഏറ്റെടുക്കണം എന്നുള്ള RSS നേതൃത്വത്തിന്റെ നിർദ്ദേശം BJP നേതൃത്വത്തിന് ശിരസാവഹിച്ചേ മതിയാകുകയുള്ളൂ. ആ വിധത്തിലുള്ള സൂചനകളാണ് നമുക്ക് ലഭിക്കുന്നത്. ഇനി ഏതെങ്കിലും വിധത്തിലുള്ള ഒരു അപ്രതീക്ഷിതമായിട്ടുള്ള അത്ഭുതം സംഭവിച്ചില്ലെങ്കിൽ ദേവേന്ദ്ര ഫട്നാവിസ് 26-ാം തീയതി വാങ്കഡെ സ്റ്റേഡിയത്തിൽ മഹാരാഷ്ട്രയുടെ മുഖ്യമന്ത്രിയായിട്ട് സത്യവാചകം ചൊല്ലും. 2 ഉപമുഖ്യമന്ത്രിമാർ ഉണ്ടാകും എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഷിൻഡെ ഉപമുഖ്യമന്ത്രിയായി, ശിവസേനയുടെ ഭാഗത്ത് നിന്ന് ഷിൻഡെ ഉപമുഖ്യമന്ത്രിയായി ഒപ്പം സത്യവാചകം ചൊല്ലും. അജിത് പവാറും സമാനമായിട്ട് ഉപമുഖ്യമന്ത്രി പദത്തിലേക്ക് എത്തുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. നിലവിൽ ഈ 3 നേതാക്കളെ സംബന്ധിച്ചും അവരുടെ ഒരു കെമിസ്ട്രി വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നതാണ്. ഇവർ ഒരുമയോടുകൂടിയാണ് ഈ തെരഞ്ഞെടുപ്പ് കാലഘട്ടങ്ങളിൽ അത്രയും മുന്നോട്ട് പോയത്. അതുകൊണ്ട് തന്നെ അവരൊരു ഭിന്നത അവർക്കിടയിൽ ഇല്ല. പക്ഷേ ശിവസേന ക്യാമ്പിന്, ഷിൻഡെ വിഭാഗം ശിവസേന ക്യാമ്പിന് ഒരു തവണ കൂടി ഏക്നാഥ് ഷിൻഡെക്ക് മുഖ്യമന്ത്രി പദം ലഭിക്കാനായിട്ടുള്ള അർഹതയുണ്ട് എന്ന അവകാശവാദം ഉണ്ട്. ഷിൻഡെ ഒരുപക്ഷെ വളരെ ജനകീയമായിട്ടുള്ള ഒരു പ്രതിച്ഛായ അദ്ദേഹത്തിന് സൃഷ്ടിക്കാൻ ഈ മുഖ്യമന്ത്രി എന്ന രീതിയിൽ അദ്ദേഹത്തിന് സാധിച്ചു. താഴെത്തട്ടിലുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ക്ഷേമ പദ്ധതികൾ, സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള ക്ഷേമ പദ്ധതികൾ, ഈ സൗജന്യ വൈദ്യുതി അടക്കമുള്ളവ, കാർഷിക മേഖലയിൽ പ്രഖ്യാപിച്ച പദ്ധതികൾ, വികസന പദ്ധതികൾ, മുംബൈ നഗരത്തിന്റെ മുഖച്ഛായ മാറ്റുന്ന വിവിധ വികസന പദ്ധതികൾ, ഇതിൻ്റെയൊക്കെ ഒരു പിതൃത്വം മുഖ്യമന്ത്രി എന്ന രീതിയിൽ ഏക്നാഥ് ഷിൻഡെക്ക് അവകാശപ്പെടുന്നതാണ്. അതുകൊണ്ട് ഷിൻഡെക്ക് ഒരവസരം കൂടി നൽകണം എന്നുള്ളതാണ് ഇപ്പോൾ ഷിൻഡെ വിഭാഗം ആവശ്യപ്പെടുന്നത്. ഇക്കാര്യത്തിലെ അന്തിമ തീരുമാനം ഏതായാലും BJPയുടെ കേന്ദ്ര നേതൃത്വവും ഷിൻഡെ വിഭാഗവും തമ്മിൽ നടത്തുന്ന ചർച്ചകളിലായിരിക്കും ഉണ്ടാവുക. വളരെ കൃത്യമായിട്ട് നിലവിലുള്ള രാഷ്ട്രീയ സാഹചര്യം ഷിൻഡെ വിഭാഗത്തെ ബോധ്യപ്പെടുത്താനായി BJP ശ്രമിക്കുന്നു എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഞാനീ നിൽക്കുന്നത് മുംബൈയിലെ BJPയുടെ ആസ്ഥാനത്താണ്. ഇവിടേക്ക് അല്പസമയത്തിനകം തന്നെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ എത്തും എന്നാണ് ഈ ലഭ്യമായിട്ടുള്ള വിവരം. അതിനുശേഷം ചർച്ചകൾ ആരംഭിക്കും. ഉഭയകക്ഷി ചർച്ചകൾക്കും BJPയുടെ ദേശീയ നേതാക്കളായിരിക്കും ഇന്ന് നേതൃത്വം നൽകുക. അതിനുശേഷമായിരിക്കും വൈകിട്ടോടുകൂടി ഈ സംയുക്ത നിയമസഭാ കക്ഷി യോഗവും ഇന്ന് തന്നെ ഉണ്ടാകും. നിയമസഭാ കക്ഷി നേതാവിനെ തെരഞ്ഞെടുക്കാനുള്ള നടപടികളായിരിക്കും ആ യോഗത്തിലെ അജണ്ട എന്നാണ് അറിയാൻ സാധിക്കുന്നത്. പൊതുവിൽ വിലയിരുത്തുമ്പോൾ നമ്മൾ ഈ 3 പാർട്ടികളിലെയും, ഈ മഹായുതിയിലെ 3 പാർട്ടികളുടെയും അതിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാരോടും സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് മുഖ്യമന്ത്രി പദം എന്ന വിഷയത്തിൽ ഇപ്പോൾ തങ്ങൾക്ക് മുന്നിൽ ഒരു തർക്കം നിലനിൽക്കുന്നില്ല. ഉഭയകക്ഷി ചർച്ചകളിലൂടെ ഇക്കാര്യങ്ങളെല്ലാം പരിഹരിക്കാവുന്നതേയുള്ളൂ. എണ്ണയിട്ട യന്ത്രത്തെ പോലെയാണ്
ഈ മുന്നണി പ്രവർത്തിച്ചത്. അതുകൊണ്ട് തന്നെ താഴെത്തട്ടിൽ ഉള്ള ജനങ്ങളുടെ വികാരത്തെ ബഹുമാനിക്കുന്ന വിധത്തിലുള്ള തീരുമാനത്തിലേക്കായിരിക്കും പോവുക എന്നുള്ളതാണ് അവരും വിശദീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏതാണ്ട് മണിക്കൂറുകൾ കാത്തിരുന്നാൽ ഒരുപക്ഷെ മഹായുതിയുടെ നിയമസഭാ കക്ഷി നേതാവായി ആരെത്തും എന്നതിനെ സംബന്ധിച്ചിട്ടുള്ള വ്യക്തത കൈവരും. ഒരു തയ്യാറെടുപ്പ് കാണുമ്പോൾ നിലവിൽ സർക്കാർ രൂപീകരണത്തിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ആരെത്തും എന്ന ഒരു ആകാംക്ഷ അത് ദേവേന്ദ്ര ഫട്നവിസ് എന്ന ഒറ്റ പേരിലേക്ക് ചുരുങ്ങുകയാണോ, രണ്ട് ഉപമുഖ്യമന്ത്രിമാരിലേക്ക് എത്തുകയാണോ എന്നതാണ് അറിയേണ്ടത്.